ശക്തി എടുത്താലും എന്റെ ബുദ്ധി നിനക്ക് ജയിക്കാൻ പറ്റില്ല. ഈ ഗെയിം ഞാൻ തന്നെ ജയിക്കും. പിനാക്കി, പിനാക്കി, നിനക്ക് സാധിക്കും. നിനക്കും കളിക്കണോ? ഓ ശരി ശരി, നീ സമ്മതിക്കില്ല. പോയി എടുത്തോണ്ട് പോ. അല്ല, നിന്റെ തല വീണത് നിന്റെ തെറ്റോണ്ടാ. അല്ല, എന്റെ തല വീണത് കൊണ്ട് നിനക്ക് അടിക്കാൻ പറ്റിയതു. ഈ ഫോൺ എടുക്കുന്നത് ആരാണെന്ന് നോക്കാം. ഞാൻ തന്നെ എടുക്കും. ഹലോ വിഭൂതി ഭവൻ. ഭൂതമായിട്ട് മനുഷ്യരോട് റേസിൽ തോറ്റു. ആ ഡിംബി പറയ്, എന്താ ആന്റിയോട് സംസാരിക്കണമെന്നോ? ആന്റി, എന്താ ഡിന്നറിനോ? നിങ്ങളുടെ വീട്ടിലോ? ഡിന്നറിനോ? ആന്റി, അത് ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടാവൂ ആന്റി. ഗപ്പുന് വയറ് നല്ല സുഖമില്ല, അതുകൊണ്ട് അവനെ വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോകണം. നീ എന്താണ് ഈ പറയുന്നത്? ഗപ്പുന് ഒരു കുഴപ്പമില്ലല്ലോ. മാറി നിൽക്ക്, ഞാൻ സംസാരിക്കാം. എന്ത്? പറയൂ ഡിംപിയുടെ മമ്മി. എന്താ ഡിന്നറിനോ? ഇന്ന് രാത്രിയിലോ? തീർച്ചയായിട്ടും വരാം. ഗപ്പുന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവരും വരാം. താങ്ക് യു ഇൻവൈറ്റ് ചെയ്തേര്. ഞങ്ങൾ എന്തായാലും വരും. താങ്ക് യു. ഡിംപിയുടെ വീട്ടിൽ പോകാൻ എന്തിനാണ് മടിക്കുന്നത് പിനാക്കി? നമുക്ക് പോകാന്നേ. നല്ല രസം. നല്ല ഭക്ഷണമോ? എന്താ നിങ്ങൾ പറഞ്ഞേ? നല്ല ഭക്ഷണമെന്നോ? അപ്പോൾ എന്റെ ഭക്ഷണം നല്ലതല്ല. അങ്ങനെയല്ല പറഞ്ഞത്, ആന്റിയുടെ ഭക്ഷണം നല്ലത് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞത് വല്ലപ്പോഴെങ്കിലും പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്നാണ്. അല്ലേ ഗപ്പു? ഗപ്പും ഹാപ്പിയും ശരിയാണ് പറയുന്നത്. നിന്നെക്കാൾ നന്നായിട്ട് ഭക്ഷണം ആർക്കും ഉണ്ടാക്കാനാവില്ല. അറിയാം, ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. രക്ഷപ്പെട്ടു. നല്ല രസമായിരിക്കും. ഇവർക്ക് രസം, അതായത് എനിക്ക് ശിക്ഷ. ഇന്ന് രാത്രി എന്താണ് സംഭവിക്കാൻ പോണെന്ന് ആർക്കറിയാം? എത്ര ദിവസം കൂടിയാണ് ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ ഡിന്നറിന് പോകുന്നത്? ഹലോ പിനാക്കി, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീടോ? ഞങ്ങളുടെ അല്ല, മുത്തശ്ശിയുടെ. എന്റെ വീട്, എന്റെ റൂൾസ്. ഇതാണ് എന്റെ മുത്തശ്ശി. ഇതാ ഡിന്നർ ഈസ് സർവ്ഡ്. ഭക്ഷണം കണ്ടാലേ അറിയാം നല്ല സ്വാദിഷ്ടമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് പറഞ്ഞതിരിക്കട്ടെ ഒരു ഹായ്. എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാ. ഈ പട്ടിയും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങിയോ? മുത്തശ്ശി, അതവ ശീലിച്ചു പോയി. ഗപ്പു എപ്പോഴും ഞങ്ങളുടെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അതൊക്കെ ശരി, പക്ഷെ ഇവിടെ ഇത് പറ്റില്ല. എന്റെ വീട്, എന്റെ റൂൾസ്. സോറി ഗപ്പു, ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ഇതിന്റെ രോമം നമ്മുടെ ഭക്ഷണത്തിലൂടെ ശ്വാസകോശത്തിലൊക്കെ പോകും, ചുമയും വരും. കണ്ടില്ലേ? ആന്റി, ഭക്ഷണം കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? അതിനെന്താ മോനെ, തീർച്ചയായും തുടങ്ങിക്കോളൂ. ആദ്യം സാനിറ്റൈസർ വെച്ച് എല്ലാരും സാനിറ്റൈസ് ചെയ്യണം, എന്നിട്ട് ഭക്ഷണം. സാനിറ്റൈസർ വേണ്ട മുത്തശ്ശി, അതിന്റെ ആവശ്യമില്ല. ഞങ്ങളെല്ലാരും നല്ല കുളിച്ച് സാനിറ്റൈസ് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. അതൊക്കെ ശരിയായിരിക്കും, എനിക്കത് വിശ്വാസമില്ല. എന്റെ വീട്, എന്റെ റൂൾസ്. പിന്നാക്കി, ഇനി ആരാണെന്ന് രക്ഷിക്കുക? എല്ലാരും കണ്ണുകളടച്ച് കൈ കോപ്പിയിരിക്കെ. എന്ത് ചെയ്യും? ഇങ്ങനെ പോയ കളി വെളിച്ചത്താവുമല്ലോ. നീ എന്തായി കാണിച്ചേ? അതെ, സാരമില്ല, കുട്ടികളല്ലേ, ഇറ്റ്സ് ഓക്കേ. സോറി, അറിയാതെ പറ്റിയതാ. സാരമില്ല പിന്നാക്ക് പോനെ, ഇറ്റ്സ് ഓക്കേ. ശരിയാണെങ്കിൽ ശരിയാണ് പറഞ്ഞത്. ഇത്ര വലിയ നഷ്ടം വരുത്തിയല്ലോ ഇപ്പോഴത്തെ ഓരോ കുട്ടികളുടെ കാര്യം. മുത്തശ്ശി, വളരെ ശരിയാണ്. മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിനും ഇല്ല. മുത്തശ്ശി, നമുക്കത് കഴിച്ചാലോ? നല്ല വിശപ്പുണ്ട്. തുടങ്ങിക്കോ. എല്ലാവരും തുടങ്ങിക്കോളൂ. എന്നാൽ കേണൽ സാർ തുടങ്ങിക്കോളൂ.
എന്തായി കാണുന്നത്? എന്തോ കുഴപ്പമുണ്ട്. എന്റെ കേക്ക് അവിടെ പോയി. എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റി ആയിരുന്നു. വളരെ നല്ല ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണം കഴിച്ച വയറ് നടന്നു, പക്ഷെ സംസാരിച്ചു കഴിഞ്ഞില്ല. വരൂ നമുക്ക് റൂമിലേക്ക് പോയി സംസാരിക്കാം. വരൂ. ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചു. ഇനി കൈയൊന്ന് കഴിയേക്കല്ലേ? ഇവൻ കൈ കഴുകാനൊന്നും പോകുന്നതല്ല, എന്തോ ഒരു തക്കേട് കാണിക്കാൻ പോകുന്നതാ. ഞാനൊന്ന് നോക്കട്ടെ. പിനാക്കി, നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ നിനക്ക് എന്റെ ഫാമിലി ആൽബം കാണിച്ചു തരാം. ആ കഴിഞ്ഞു, വരൂ. മുത്തച്ഛി പേടിപ്പിച്ചുള്ളതിനോ? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? നീ വൃത്തിയായിട്ടാണോ കൈ കഴുകുന്നതെന്ന് നോക്കാൻ വന്നതാ ഞാൻ. കൈ ഞാൻ കഴുകിയെന്നേ, ശരിക്കും കഴിയുന്നേ. ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവരും കൈ കഴുകത്തില്ലേ? ഞാൻ കഴുകിയെന്നേ, നോക്കിക്കോ. എനിക്ക് തോന്നുന്നില്ല നീ കൈ കഴുകിയിട്ടുണ്ടെന്ന്. എന്റെ മുന്നിൽ വെച്ച് കഴുകണം. ഞാൻ വൃത്തിയായി കഴുകി മുത്തശ്ശി, കഴുകി. ഇല്ല, ഒന്നുകൂടി കഴുകണം. എന്റെ മുന്നിൽ ഞാൻ വെച്ച്. പറഞ്ഞില്ല കഴുകിയെന്ന്. നീ കഴുകില്ല. എന്റെ മുന്നിൽ വെച്ച് കഴുകണം. എത്ര തവണ പറഞ്ഞ് കഴിയുന്നു? പോകാൻ പറ്റില്ല. പിനാക്കി, ആ, ഇത് നോക്കൂ, ഇത് മുത്തശ്ശിയുടെ ഫോട്ടോയാ. നല്ല രസമുണ്ട്. അയ്യോ, ഇത് ഹാപ്പിയുടെ സ്വരമാണല്ലോ. ഡിംബി, ഞാൻ ഇപ്പൊ തന്നെ വരാം. അത് പിനാക്കി. മുത്തശ്ശി പറയുന്നത് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മുന്നിൽ വെച്ച് കഴുകണം ഇപ്പൊ. എന്തു പറ്റി ഹാപ്പി? നീ നോക്ക്, ഞാൻ എത്ര നന്നായി കൈ കഴിയുന്നു. മുത്തശ്ശി പിന്നെയും പറയാ വീണ്ടും വീണ്ടും കൈ കഴുകാൻ. മുത്തശ്ശി പറഞ്ഞ ശരിയാ. ഇടയ്ക്കൊന്നും ഇവൻ കൈ കഴുകാറില്ലെന്നേ. അത് ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി പോയിക്കോളൂ. ഞാൻ പോകില്ല, നീ പോടാ. ഓക്കേ, വരൂ ഹാപ്പി. നന്നായി കഴുകണം കേട്ടോ. കൈ കഴുകാൻ പോകുന്നതിന് കഥ കിടക്കേണ്ട കാര്യം എന്റെ ഇവനൊക്കെ എന്താ കുഴപ്പമുണ്ട്? കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വാതിൽ തുറക്കണം. എന്തിനാ രണ്ടുപേരെ കഥ അടച്ചിരിക്കുന്നത്? കൈ കഴുകാൻ പറഞ്ഞാൽ വാതിൽ അടയ്ക്കേണ്ട കാര്യം കൊണ്ടാ. എടാ, വാതിൽ തുറക്കാനാ പറഞ്ഞേ. പെട്ടെന്ന് തുറക്കാനാ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് നിങ്ങൾ കൈ കഴുകുന്നുണ്ടോന്ന് നോക്കണം. ഓ, ഈ മുത്തശ്ശി പുറകെ തന്നെ ഉണ്ടല്ലോ. എന്തു ചെയ്യും? നാണം മുത്തശ്ശി, നാണം കൊണ്ടാണ്. മുത്തശ്ശി അവന്റെ തെറ്റ് കണ്ടുപിടിച്ചില്ലേ? അവൻ ആദ്യം കൈ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കഴുകിയിട്ടുണ്ട്. മുത്തശ്ശിയോട് അവൻ നുണ പറഞ്ഞില്ലേ? അതുകൊണ്ട് അവന് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കാൻ നാണാണ്. അല്ലേ ഹാപ്പി? ശരിയാണ് മുത്തശ്ശി. മുത്തശ്ശി എന്റെ കള്ളത്തിനെ കണ്ടുപിടിച്ചില്ലേ? അതുകൊണ്ടാണ്. എന്റെ തല വെറുതെ നടക്കാതൊന്നുമല്ല. നല്ല മനുഷ്യരും പിശാചുകളെ കണ്ട എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ശരി, കൈ വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്നോളൂ രണ്ടും. ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. മുത്തശ്ശി പോയിന്ന് തോന്നുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അയ്യോ, ഈ മുത്തശ്ശി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ടെൻഷൻ കാരണം കഴിച്ച ഭക്ഷണം മുഴുവനും തികച്ചു പോയി. എന്റെയും. താങ്കളോട് സംസാരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ല, സന്തോഷമുണ്ട്. ഭക്ഷണത്തിന് ശേഷം കേക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല സ്വാദുള്ള കേക്ക് ആയിരുന്നു. മുത്തശ്ശി, ഈ ഭക്ഷണത്തിന് ശേഷം എന്തിനാണ് ചന്ദനത്തിരി കത്തിക്കുന്നത്? ഞാനേ ഇവിടെയുള്ള പിശാചുക്കളെയൊക്കെ ഒന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക. ഇതെന്താ ചെയ്യുന്നത് അമ്മേ? തുമ്മാൻ വരുന്നല്ലോ. മുഖത്തിന് മുന്നിൽ നിന്ന് മാറ്റും അമ്മേ. ഇയാൾ ഇപ്പോൾ തുമ്മിയാൽ നമുക്ക് പ്രശ്നമാകും മീശേ. നിന്റെ മീശ. എന്റെ മീശ നല്ലതല്ലേ? പുക എന്ന് വെച്ചാ തുമ്മൽ. അങ്കിളിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്കിൾ, ഡിംബിയുടെ മമ്മി അങ്കിളിനെ അന്വേഷിക്കുന്നുണ്ട്. വാ പോകാം. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നോ? ആരുടെ കയ്യിന്? എന്തായി പറയുന്നത്? രക്ഷപ്പെട്ടല്ല, എന്റെ മകൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണിക്കുമെന്നോ? എന്തിന്? എങ്ങനെ ക്ഷീണിക്കുമെന്ന്? ആന്റി സൂരി അങ്കിളിനെ അന്വേഷിക്കുന്നുണ്ട്. വാ പോകാം. ഓ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഓ, പിനാക്കി എന്നെ രക്ഷിച്ചു. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ വിഭൂതി വില്ലയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? ഒരു 300-400 വർഷങ്ങളൊക്കെ ആയി കാണും. ആന്റി പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളുടെ ഫാമിലി കുറെ ജനറേഷൻസ് ആയിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയ വീടല്ലേ ആന്റി സൂരി? ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്ക് പോകാം. ഇത്ര പെട്ടെന്നോ? കുറച്ച് ധൃതിയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഇത്തിരി നേരം കൂടെ കഴിഞ്ഞാൽ ഇഷ്ടം പേടിയായി മാറും. അതെന്താണെന്നോ, ഞങ്ങളെല്ലാവരും നേരത്തെ ഉറങ്ങും. ആദ്യമായിട്ടാണ് ഈ ചെറുക്കൻ ഒരു നല്ല കാര്യം പറയുന്നത്. നേരത്തെ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. വീട്ടിൽ പോയി പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കും. നിങ്ങളുടെ വീട്, നിങ്ങളുടെ റൂൾസ്. ഓക്കേ ആന്റി അങ്കിൾ. ഓക്കേ ഡിംബി. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ബൈ. വന്നത് വരണേ. ഓക്കേ മോനെ. അങ്കിൾ, ഞങ്ങൾ തീർച്ചയായും വരും.
കഷ്ടിച്ച് രക്ഷ. എത്ര നല്ല ഫാമിലിയാണ്. ആ മുത്തശ്ശി ഒഴിച്ച്. നമ്മുടെ കളി വെളിച്ചത്തായൂല്ല. പിന്നെ ഞാനും ഡിംബി ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. എന്ന് വെച്ച ഇന്നത്തെ ഡിന്നർ സക്സസ്ഫുൾ ആയി. വാ, നമുക്ക് വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് ഉറങ്ങണം. അയ്യോ, ഓ നോ, മഴ. ഓ യെസ്, കുറെ ദിവസമായി മഴ നനഞ്ഞിട്ട് ഇനിയിപ്പോ സ്കൽത്തിനായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. വരൂ, പോകാം. ഞാൻ എന്താണ് കാണുന്നത്? ഇവര് ഭൂതങ്ങളുടെ ഫാമിലിയാണല്ലോ. ഭൂതം.